സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ പീപ്പിൾ ആൻഡ് എൻവിറോൺമെന്റ് ഈ മേഖലയിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാപ്പിഡ് റിവിഷൻ പോലെയാണ് നമ്മൾ ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ആൻസർ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇത് 29th March 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is not a sign of reading difficulty among young learners? Letter and word recognition, reading speed and fluency, understanding words and ideas, spelling consistency. ഏതായിരിക്കും? Which of the following is not a sign of reading difficulty? റീഡിംഗ് ഡിഫിക്കൽറ്റി അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ബേസിക്കലി ചോദിക്കുന്നത്. ഏതാണ് റീഡിംഗ് ഡിഫിക്കൽറ്റി അല്ലാത്തത്? ലെറ്റർ ആൻഡ് വേർഡ് റിക്കഗ്നീഷൻ ആണോ? റീഡിംഗ് സ്പീഡ് ആൻഡ് ഫ്ലുവൻസി ആണോ? അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ആണോ? അത് സ്പെല്ലിംഗ് കൺസിസ്റ്റൻസി ആണോ? ഏതാ വരിക? ആൻസർ അയക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. നമുക്കിവിടെ ഏതൊരു എക്സാമിനും നമ്മൾ മുമ്പ് പറയുന്ന പോലെ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ട്രിക്കുകൾ ഉണ്ട്. ഓക്കെ, അതിൽ ഒരു ട്രിക്കാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ഷോർട്ടസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ 4 ഓപ്ഷൻസ് തരികയാണെന്ന് വിചാരിക്കാം. അതിൽ 2 ഏകദേശം ഒരേ നീളാണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതും ഇതും ഒരേ നീളമാണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ ഏകദേശം ഒരേ നീളാകുന്ന സമയത്ത് അതിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ളത് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അതായത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരുന്നു. ഈ 4 ഓപ്ഷൻസ് തരുന്ന സമയത്ത് ഏകദേശം 2 എണ്ണം ഒരേ നീളമാണെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരേ നീളം തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ളത് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താ ഇവിടെ പറയുന്നത്? ലെറ്റർ വേർഡ് റിക്കഗ്നേഷൻ, ഇതൊക്കെ റീഡിംഗ് ഡിഫിക്കൽറ്റി ആണ് അല്ലെ. നമ്മൾ വായിക്കുന്ന സമയത്ത് വരുന്ന ഇംപെർഫെക്ഷൻ ആയിട്ട് നമുക്ക് പറയാനായി പറ്റും. റീഡിംഗ് സ്പീഡ് ആൻഡ് ഫ്ലുവൻസി, അതും നമുക്ക് എന്തായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? റീഡിംഗ് ഡിഫിക്കൽറ്റി ആയിട്ട് പറയാം. അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ആൻഡ് ഐഡിയാസ്, നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നില്ല, സർട്ടൻ കോൺസെപ്റ്റ്സ് മക്കളെ മനസ്സിലാകുന്നില്ല, അതും റീഡിംഗ് ഡിഫിക്കൽറ്റി ആണ്. സ്പെല്ലിംഗ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് റീഡിംഗ് ഡിഫിക്കൽറ്റി അല്ല. കാരണം വായിക്കാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീഡിംഗ് എന്നുള്ളതായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലെ. സ്പെല്ലിംഗ് കൺസിസ്റ്റൻസി എന്താ? റൈറ്റിംഗുമായിട്ടാണ്. സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് റൈറ്റിംഗ്. 29th March 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The framework agreement of International Solar Alliance was opened for signature of member countries in New Delhi, India, Paris, France, Geneva, Switzerland, Marrakesh, Morocco. എവിടെയാണ് the framework agreement of International Solar Alliance ഓപ്പൺ ചെയ്തത്? എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അത് മാരക്കേഷ് മൊറോക്കോയിലാണ് കേട്ടോ. മാരക്കേഷ് മൊറോക്കോയിലാണ്. November 15, 2016 ഈ ഒരു ISA, അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് കോപ്പ 22 അഗ്രിമെന്റ് പ്രകാരമാണ് ഫോർമുലേറ്റ് ചെയ്തത്. കോപ്പ 22 അഗ്രിമെന്റ് പ്രകാരമാണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് കോപ്പ 21 ആയിരുന്നു. കോപ്പ 21 എന്ന് പറയുന്നത് 2015 വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബേസിക്കലി ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സെറ്റ് ചെയ്തത് ഗുരുഗ്രാമിലായിരുന്നു. 122 രാജ്യങ്ങളായിരുന്നു അന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇതിന്റെ വിഷൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റസ് ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. ലെറ്റസ് ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ എന്നുള്ളതായിരുന്നു ഇതിന്റെ, നമുക്ക് വേണമെങ്കിൽ ഒരു ടാഗ് ലൈൻ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ISA വന്നിരിക്കുന്നത് എപ്പോഴാണ്? ബേസിക്കലി നമ്മളുടെ മാരക്കേഷ് മൊറോക്കോയിലാണത് പോസ്റ്റുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് 29 March 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. A teacher wants the gifted children of a class to achieve their potential. Which of the following should she not do to achieve her objective?
എ ടീച്ചർ വാണ്ട്സ് ദ ഗിഫ്റ്റഡ് ചിൽഡ്രൻ. കുട്ടികളെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ അല്ലെ. അപ്പൊ അതിലെ ഗിഫ്റ്റഡ് ചിൽഡ്രനെ കുറിച്ചാണ് പറയുന്നത്. എ ടീച്ചർ വാണ്ട്സ് ദ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഓഫ് എ ക്ലാസ് ടു അച്ചീവ് ദിയർ പൊട്ടൻഷ്യൽ. Which of the following should she not do to achieve her objective? ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? Teach them to enjoy non-academic activity. Teach them to manage stress. Segregate them from their peers for special attention. Challenge them to enhance their creativity. എന്തായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. എന്ത് ചെയ്യാൻ പാടില്ല എന്നാ ചോദിക്കുന്നത്. ഒരിക്കലും കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മാറ്റി നിർത്താനായിട്ട് പാടില്ല അല്ലെ. പിയർ ഗ്രൂപ്പുകൾ കാണും. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ എടുത്താല് അവിടെ പിയർ ഗ്രൂപ്പ് കാണും. അപ്പൊ ഈ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ പഠിക്കുന്ന മറ്റു കുട്ടികള്, അപ്പം വി ആർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റി നിർത്താനായിട്ട് പാടില്ല, ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മൈൻഡിന്റെ ഉള്ളിൽ തന്നെ എന്ത് വരും? വളരെ ഇല്ലായിട്ടുള്ള ഒരു ഫീലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. which would result in massive levels of problems. അടുത്ത ചോദ്യം, what is the correct chronological order of sequence from older to newer of the following agreement? ഈ അഗ്രിമെന്റ്സ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. So you have the first one, Paris, Montreal, Kyoto, Rio. Paris, Montreal, Kyoto, Rio. ഇതിന്റെ ഓർഡർ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ABCD, option B BDCA, option C ACDB and option D BCDA. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. യെസ്, മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 വന്നിട്ടുള്ളത്. സെപ്റ്റംബർ 16 ആണ്. നടപ്പിലാക്കിയത് 1/1/1989 ഓസോൺ ഡിപ്ലീഷനുമായിട്ടാണ് ബേസിക്കലി എന്ത് റിലേറ്റ് ചെയ്യുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. റിയോ സബ്മിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ UNCED, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആ ഒരു പോസ്റ്റുലേഷന്റെ ബേസിസിലാണ് റിയോ സബ്മിറ്റ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്തത്. ഇത് റിയോ ഡി ജാനേറോയില് 3rd June to 14th June 1992 വരെയാണ് അരങ്ങേറിയത്. റിയോ ഡിക്ലറേഷൻ, അജണ്ട 21, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളായിരുന്നു. അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ. 1992 ബേസിക്കലി അത് പോസ്റ്റുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും അത് നടപ്പിലാക്കിയത് 1997 11th December. അത് പൂർണ്ണ രൂപത്തിലേക്ക് വന്നത് 16th February 2005 അത് വന്നത് ആക്ച്വലി 1992 അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ ആരംഭ ഘട്ടങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചത് 1997 പിന്നീട് അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയത് 16th February 2005 ബേസിക്കലി ഗ്ലോബൽ വാർമിങ്ങുമായിട്ടായിരുന്നു ഇത് റിലേറ്റ് ചെയ്തിരുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ റിലേറ്റ് ചെയ്തത് ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു. പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് 2015 ബേസിക്കലി വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ക്ലൈമറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അഗ്രിമെന്റ് ആയിരുന്നു. അതായത് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനായിരുന്നു നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്തിരുന്നത്? ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോ ഇവിടെ നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ ആണ് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ റൈറ്റ് ആൻസർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. ആദ്യം വരുന്നത് ബി ആണ്. ദെൻ കംസ് ഏതാണ്? നമുക്ക് ഇവിടെ റിയോ സബ്മിറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബി ഉണ്ട്, ഡി ഉണ്ട്, ദെൻ സി കാരണം 1997 വരുന്നത്, അതുകൊണ്ടാണ്. സോ ബി ഉണ്ട്, ഡി ഉണ്ട്, സി ഉണ്ട്, ദെൻ കംസ് എ. സോ ഇവിടെ നമ്മളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് BDCA ആണ്. ഓപ്ഷൻ ബി ആസ് യുവർ റൈറ്റ് ആൻസർ. ഇത്രയും ക്ലിയർ ആണെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്
ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ചിൽഡ്രൻ. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഇൻട്രൻസിക് മോട്ടിവേഷൻ കുട്ടികളിൽ ഉണ്ടാവും അല്ലെ. അതായത് എനിക്ക് പഠിക്കണം, ഇന്ന് റാങ്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ലക്ഷ്യം കുട്ടികൾക്ക് ഉണ്ടാവും അല്ലെ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ദ ഇൻട്രൻസിക് മോട്ടിവേഷൻ. അപ്പൊ അവിടെ ഇത് 29 മാർച്ച് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് എന്താണ് റൈറ്റ് ആൻസർ ആയി വരിക? ദേ ഓൾവേസ് സക്സീഡ്, ദേ എൻജോയ് ഡൂയിങ് ദെയർ വർക്ക്, ദേ ഡിസ്പ്ലേ എ ഹൈ ലെവൽ ഓഫ് എനർജി while working, they like challenging task. ഇതില് ബേസിക്കലി ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. They always succeed, they enjoy doing their work, they display a high level of energy while working, they like challenging task. എന്തായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക? മോട്ടിവേഷൻ, ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആഗ്രഹം വരിക, നമുക്ക് പഠിക്കണം, സക്സീഡ് ചെയ്യണം, ഇന്ന പൊസിഷനിലേക്ക് എത്തണം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഔട്ട്കം വരുന്നതിനെയാണ് ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ദേ ഓൾവേസ് സക്സീഡ്. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ. കാരണം സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ഓൺ ടു അനദർ ഇൻഡിവിജ്വൽ ആണ്. ചിലപ്പോ എക്സ് എന്ന് പറയുന്ന കുട്ടിക്ക് എന്തുണ്ടായേക്കാം? സക്സസ് ഉണ്ടായേക്കാം എന്ന് വിചാരിച്ച് വൈ എന്ന് പറയുന്ന കുട്ടിക്ക് എന്തുണ്ടാവണമെന്നില്ല? സക്സസ് ഉണ്ടാവണമെന്നില്ല അല്ലെ. സോ അവിടെ ബേസിക്കലി എന്താ? ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ്, അല്ലെങ്കിൽ അവിടെ ബേസിക്കലി മോട്ടിവേറ്റഡ് ചിൽഡ്രൻ ആണ് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ among the following is not a unit of measurement of surface ozone? Microgram per meter cube, nanogram per meter cube, Dobson unit, parts per million. എല്ലാവരും ആൻസർ അയക്കണം. എന്താ ആൻസർ വരിക? ഒരേ നീളമുള്ള രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണോ അതാണ് നിങ്ങളുടെ ആൻസർ എന്ന് ടീച്ചർ പറഞ്ഞു. അതിന് നമ്മള് ഷോർട്ടസ്റ്റ് ട്രിക്ക് എന്നൊക്കെ വിളിക്കുന്നൊക്കെ പറഞ്ഞു. ഇവിടെ റൈറ്റ് ആൻസർ വരിക ഗുഡ് ഓപ്ഷൻ 3 ആണ്. ഡോപ്സൺ യൂണിറ്റ് ആണ് കേട്ടോ. ഡോപ്സൺ യൂണിറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അവിടെ ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത് MB ഡോപ്സൺ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓസോണിനെ കുറിച്ച്, അതായത് എത്രത്തോളമാണ് ഓസോണിന്റെ ആ ഒരു ഇമ്പാക്ട് വരുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്ട് ആണോ കോസ് ചെയ്യുന്നത് നമുക്ക് അറിയണം അല്ലെ. കാരണം നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ മുകളില് ഓസോണൊക്കെ വളരെയധികം വരുന്ന സമയത്ത് അത് പല രീതിയിലുള്ള പ്രോബ്ലംസും കോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനെ ഒന്ന് കേർട്ടീൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് നമുക്ക് അറിയണം എത്രത്തോളമാണ് സർഫസ് ഓസോൺ വരുന്നതെന്ന്. അത് അറിയാനായിട്ട് നമ്മൾ സഹായിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സോൺ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ഫോളോയിങ് പറഞ്ഞോളൂ. ഇപ്പോഴാണ് ഓക്കെ. നോട്ട് എ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് സർഫസ് ഓസോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്, നാനോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്, ഡോപ്സോൺ യൂണിറ്റ് ഉണ്ട്, ഡോപ്സോൺ പാർട്സ് പെർ മില്യൺ ഉണ്ട്. ഇവിടെ ചെറിയ അഡീഷനും കൂടി ഉണ്ട്. ഡോപ്സോൺ എക്സിക്ക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, എക്സിക്ക യൂണിറ്റ്. ഞാൻ പറഞ്ഞപ്പോ തെറ്റിയതാണ്. ഡോപ്സോൺ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെഷർമെന്റിന് ഉപയോഗിക്കും. ഡോപ്സോൺ എക്സിക്ക അതവിടെ ആഡ് ചെയ്യാൻ വിട്ടാണ്. ഡോപ്സോൺ എക്സിക്ക യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ചോദിച്ചത് നന്നായിട്ടോ. ഡോപ്സോൺ എക്സിക്ക യൂണിറ്റ് ഉപയോഗിക്കുന്നതല്ല. ഡോപ്സോൺ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് MB ഡോപ്സോൺ ആണ് ഡെവലപ്പ് ചെയ്തത്. ഡോപ്സോൺ എക്സിക്ക യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ശരിക്കും. മനസ്സിലായോ? Which of the following is not an appropriate tool for formative assessment? Assignment, oral question, term test, quiz and games. 29th March 2024 തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which of the following is not an appropriate tool for formative assessment? ഏതാണ്? പറഞ്ഞോളൂ. Which of the following is not an appropriate tool for formative assessment ആണ്. ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്താൻ ഉപയോഗിക്കാൻ സാധിക്കാത്ത ടൂൾ ഏതാന്നാ ചോദ്യം. ക്വിസ് ഫോർമേറ്റീവ് അല്ലേ? ആണ് മക്കളെ, അല്ലേ? ആണ്. ഫോറൽ ക്വസ്റ്റ്യൻ ആണ്, അസൈൻമെന്റ് ആണ്,
ടേം ടെസ്റ്റ് എന്ന് പറയുന്നത് അത് സമ്മേറ്റീവ് അസസ്മെന്റാ. നമ്മളൊരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷ നടത്തൂലേ, അപ്പൊ അതിനെയാണ് നമ്മൾ ബേസിക്കലി സമ്മേറ്റീവ് എന്ന് പറയാം. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പഠനം മാത്രമല്ല, പഠനത്തോടൊപ്പം അവരുടെ വേറെ കാര്യങ്ങളും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ അതിനെയാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. ടേം ടെസ്റ്റ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന പരീക്ഷ, അതാണല്ലോ ടേം ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടേം ടെസ്റ്റ് ജനറലി എന്താണ്? അത് സമ്മേറ്റീവ് ആണ്. അടുത്ത ചോദ്യം, the virus responsible for the spread of COVID-19. COVID-19 വൈറസ് സ്പ്രെഡ് ആവാൻ ബേസിക് ആയിട്ടുള്ള കാരണം എന്തായിരുന്നു? ഏത് വൈറസ് ആയിരുന്നു? ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, SARS എന്ന് പറയും. SARS-CoV-2 ആണ് കേട്ടോ, SARS-CoV-2 ആണ് COVID-19 വൈറസ് പകരാൻ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യിപ്പിച്ച ആ ഒരു വൈറസ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, learners should not be encouraged to ask as many questions as possible both inside and outside the class, actively interact with other learners in the group, participate in as many co-curricular activities as possible, and next is memorize all the answers to questions which the teacher may ask. എന്താ റൈറ്റ് ആൻസർ വരിക? പറഞ്ഞോളൂ. സി ആണ് പറയുന്നത്. ലേണേഴ്സിന് നമ്മൾ കരിക്കുലത്തിൽ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അതല്ലേ ഫോർമേറ്റീവ് അസസ്മെന്റ്, അത് വേണം. ഡി ആണ് കേട്ടോ വരിക, മെമ്മറൈസ് ഓൾ ദ ആൻസർ ടു ക്വസ്റ്റ്യൻസ് വിച്ച് ദ ടീച്ചർ മേ ആസ്ക്. അതായത് നമ്മൾ ഇവരെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചുമ്മാ പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? വെറുതെ കുറെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡസന്റ് മീൻ എനിത്തിങ്. നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു കാര്യം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടി ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഡസ് നോട്ട് മേക്ക് എ സെൻസ് അല്ലെ. കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു റൂട്ട് ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം കുട്ടികൾക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള റീസണിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ചുമ്മാ നമ്മള് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഡസ് നോട്ട് മേക്ക് എനിത്തിങ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, പാരീസ് അഗ്രിമെന്റ് entered into force when the instruments of ratification were deposited by at least 55 countries which accounted for at least 50% of global carbon emission, 55% of global carbon emission, 60% of global carbon emission, 75% of global carbon emission. Paris Agreement ആണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്തായിരിക്കും വരിക? എല്ലാവരും ആൻസർ പോസ്റ്റ് ചെയ്യാം. ചുമ്മാ കറക്കി കുത്തിയാലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ കറക്കി കുത്താൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പറഞ്ഞോളൂ, എന്തായിരിക്കും വരിക? കോപ്പ 21 ആണ് ബേസിക്കലി പാരീസ് അല്ലെ. അതായത് 12 ഡിസംബർ 2015 നമ്മൾ വളരെ ഔട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തത്? പുട്ട് ഫോർവേഡ് ചെയ്തത്. അവിടെ എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഗ്ലോബൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. സോ ഗ്ലോബൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളിവിടെ 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം ഇന്ന് ഗ്ലോബൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ബേണിംഗ് ആയി, സെൻസേഷണൽ ആയി, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയായിരുന്നു അല്ലെ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് വരുന്നത്. സോ ഇവിടുത്തെ എന്തായിരുന്നു ലക്ഷ്യം? യെസ്, 55% ഓഫ് ഗ്ലോബൽ CO2 എമിഷൻ ആണ് വരുന്നത് കേട്ടോ. എന്താണ്? 55% ഓഫ് ഗ്ലോബൽ CO2 എമിഷൻ ആണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കീ ഫീച്ചേഴ്സ് ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ? Providing feedback to teachers for adapting teaching strategies to learners lead, facilitate. Okay, which of the following statements are key features of
Formative evaluation. Providing feedback to teachers for adapting teaching strategies to learners' needs, facilitating active and continuous engagement in learning for students, enhancing the learning abilities of the learner, contributing to the overall grading and certification of the learner, summing up how much a student has learned over a period of time. And the right answer veriga A, B and C only, B, C and E only, A, B and E only, A, C and D only. Okay, so ഇവിടെ providing formative assessment ന്റെ ഗുണം providing feedback to teachers for adapting teaching strategy എന്തായാലും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, കാരണം എ എന്ന് പറയുന്നതില്ല. കാരണം നമ്മൾ ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ടീച്ചേഴ്സിന് എന്ത് മനസ്സിലാക്കുക, കുട്ടികൾ എവിടെ വരെയാണ് പഠിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, എന്താണ് അവർ പഠിച്ചു നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് ആക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ് എൻഗേജ്മെന്റ് ഇൻ ലേണിംഗ്. കറക്റ്റ് ആണ് അല്ലെ? അതായത് വെറും പഠനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താ ബോറടിച്ച് തുടങ്ങും. അപ്പൊ നമ്മൾ വേറെ പല ആക്ടിവിറ്റി, ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഡാൻസ് ചെയ്യാനായിട്ട് ഭയങ്കര കഴിവുള്ള കുട്ടിയായിരിക്കും, ചിലപ്പോൾ വേറെ കുട്ടിക്ക് പാട്ട് പാടാൻ നല്ല കഴിവുള്ള കുട്ടിയായിരിക്കാം, പഠിത്തത്തിൽ അത്രത്തോളം പ്രൊസീഡിങ്സ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? ഇവരുടെ എല്ലാ മേഖലയിലുമുള്ള കഴിവ് ഐഡന്റിഫൈ ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ ഫോർമേറ്റീവ് ഇവാലുവേഷൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട്. എൻഹാൻസിങ് ലേണിംഗ് എബിലിറ്റി, ശരിയല്ലേ? കാരണം നമ്മൾ വെറും എന്ത് ചെയ്യല്ല, റൂട്ട്ലെസ് ആയിട്ട് പഠിത്തം മാത്രം എന്നുള്ളൊരു രീതിയിലേക്കല്ല പോകുന്നത്, മറിച്ച് കോ കരിക്കുലർ സിങ്ക്രണൈസേഷൻ, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ മക്കളെ? അപ്പൊ കുട്ടികൾ എന്താവും? മച്ച് മോർ എൻചാന്റിങ് ആവും, മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ആവും. കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഓവറോൾ ഗ്രേഡിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇല്ല. പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ ഒരിക്കലും ഫൈനൽ റിസൾട്ടിലേക്ക് എന്ത് ചെയ്യാറില്ല, ആഡ് ചെയ്യാറില്ല. സമ്മിങ് അപ്പ് ഹൗ മച്ച് സ്റ്റുഡന്റ് ഹസ് ലേൺഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ല, അത് സമ്മേറ്റീവ് ആണ് വരുന്നത് അല്ലെ? ഒരു ടൈം പീരീഡ് എടുക്കുന്നു, ആ ടൈം പീരീഡിന്റെ ഉള്ളിൽ കുട്ടി എന്ത് പഠിച്ചു എന്ന് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതെന്താ ബേസിക്കലി? അത് സമ്മേറ്റീവ് ആണ് വരുന്നത്, അതിനെന്തില്ല, ഇവിടെ റോള് വരുന്നില്ല. സോ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, according to WHO standards for drinking water quality, concentration of arsenic should not exceed. എത്രയാണ് ആർസനിക്കിന്റെ ഏരിയയിൽ വരുന്നത്? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് എത്ര മൈക്രോഗ്രാംസ് പെർ ലിറ്റർ ആകാം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അതിലും ബിയോണ്ട് ആയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ക്യാൻസറസ് ആവാനായിട്ടുള്ള നേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ കോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് എത്രയാ വരുന്നത്? എല്ലാവരും ആൻസർ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഐസൊലേഷൻ ട്രിക്ക് ആണ്. എന്താണ് ഐസൊലേഷൻ ട്രിക്ക്? ഐസൊലേഷൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻസ് തരുന്നു. ഈ 4 ഓപ്ഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വിഭിന്നമായി നിൽക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായി സാധിക്കും. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ വിഭിന്നമായി നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായി മനസ്സിലാകും. ഇവിടെ ഇതാണ് ഐസൊലേറ്റ് ആയി നിൽക്കുന്നത്, ബാക്കി എല്ലാത്തിലും എന്തുണ്ട്? ഡോട്ട്സ് ഉണ്ട് അല്ലെ, ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ്സ് കാണാനായി സാധിക്കുന്നില്ല. ഒബ്വിയസ്ലി ദ ഫസ്റ്റ് വൺ വിൽ ബി യുവർ റൈറ്റ് ആൻസർ. താങ്ക് യു ഓൾ, ബൈ, ടേക്ക് കെയർ.